പാർട്ടി ഓഫിന്റെ ഞങ്ങൾക്ക് പോണം. ഞങ്ങൾ മാന്യമായി പറയും. നമുക്കൊരു സ്വഭാവമുണ്ട്. പോകുന്ന ബൈക്ക് കാലമിൽ വെള്ളി കുടുങ്ങിയാൽ ആദ്യം നമ്മളത് നല്ല തട്ടി മാറ്റാൻ വേണ്ടി നോക്കും. രണ്ടാമത് ഇങ്ങനെ ചൊറഞ്ഞ് കളിക്കുകയാണെങ്കിൽ മെല്ലെ കുനിഞ്ഞതൊന്ന് അയച്ചങ്ങോട്ട് മാറ്റി ആർക്കെങ്കിലും ആവശ്യമുള്ള ബള്ളിയാണെങ്കിലോ ഏതെങ്കിലും കുടുംബത്തിൽ റേഷൻ വാങ്ങുന്ന ബള്ളിയാണെങ്കിൽ നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ, മെല്ലെ അയച്ചങ്ങോട്ട് മാറ്റാൻ നോക്കും. മൂന്നാമതും ബള്ളി ഇങ്ങനെ ചൊറഞ്ഞ് കളിക്കുകയാണെങ്കിൽ മുറിച്ചു മാറ്റിയിട്ട് പോകും. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോകാതെ പറ്റാൻ ഞങ്ങൾക്ക് സാധിക്കൂല. കാരണം ഞങ്ങൾ മുൻപോട്ട് പോകാൻ തീരുമാനിച്ച പാർട്ടിയാണ്. ഞങ്ങൾക്ക് മുൻപോട്ട് പോകണം. വിശപ്പിന്റെ രാഷ്ട്രീയം, ഭയത്തിന്റെ രാഷ്ട്രീയം. കേരളത്തിൽ സരിതായ നായരുടെ പിറകെ കേരള രാഷ്ട്രീയം പോയപ്പോ, ചുംബന സമരത്തിന് പിറകെ കേരള രാഷ്ട്രീയം പോയപ്പോ, കേരളത്തിലെ ആദിവാസികളുടെ ഭൂസമരത്തിന്റെ മുൻപിൽ നിർഭയത്വത്തോടുകൂടെ ജനകീയ മുദ്രാവാക്യം പറഞ്ഞു നിന്ന പാർട്ടിക സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഗെയിൽ വാതക പൈപ്പ് ലൈൻ കേരളത്തിലൂടെ കടന്നു പോകുമ്പോ നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് നിന്ന് എറണാകുളത്ത് നിന്ന് കാസർകോട്ടിലേക്ക് ഗെയിൽ വാതക പൈപ്പ് ലൈനിന്റെ ഇരകൾക്ക് വേണ്ടി ജാഥ നടത്തുമ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഷ്റഫ് സാഹിബിന്റെ അടുത്തേക്ക് വെലിഞ്ഞു കറുത്ത ഒരു പെൺകുട്ടി വരികയാണ്. വെലിഞ്ഞു കറുത്ത ഒരു പെൺകുട്ടി അഷ്റഫ് സാഹിബിന്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കൊടി ദൈവത്തിന്റെ അവതാരമാണ്. എന്താണെന്ന് ചോദിച്ചപ്പോ, എന്റെ വീട്ടിന്റെ അടുക്കളയിലൂടെ 4 സെന്റ് കോളനിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ വീടിന്റെ അടുക്കളയിലൂടെയാണ് ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. ഗ്യാസ് പൈപ്പ് ലൈൻ കൃത്യമായി പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കില്ല. ചെറുപ്പക്കാര, ഞങ്ങളുടെ പാർട്ടി ഗെയിൽ വാതക പൈപ്പ് ലൈനെതിരെ സമരം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഈ പാർട്ടിക്ക് 1000 കോടി രൂപയാണ് ഗെയിൽ വാതക പൈപ്പ് ലൈൻ കമ്പനിക്കാരൻ ഓഫർ ചെയ്തത്. CPM-ന് എത്ര കിട്ടിയിട്ടുണ്ടാവും? മുസ്ലിം ലീഗിന് എത്ര കിട്ടിയിട്ടുണ്ടാവും? കോൺഗ്രസിന് എത്ര കിട്ടിയിട്ടുണ്ടാവും? BJP-ക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? പഞ്ചായത്ത് ഭരിക്കാത്ത കേരളത്തിൽ, MLA-മാരില്ലാത്ത, ഞങ്ങൾ വലിയ ആളുകളാണ് എന്നൊന്നും പറയാത്ത കേരളത്തിന്റെ മണ്ണിൽ SDP-ക്ക് ഇങ്ങനെ പണവുമായി SDP-യുടെ പിറകെ കമ്പനികൾ വരുമ്പോ ഇല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓടി വന്നിട്ട് അഷ്റഫ് സാഹിബിന്റെ കൈ പിടിക്കുന്ന കറുത്തുമെലിഞ്ഞ പെൺകുട്ടിയുണ്ടല്ലോ, നിങ്ങളുടെ കൊടിയും ഈ രാഷ്ട്രീയ പാർട്ടിയും ഇത് ദൈവത്തിന്റെ അവതാരമാണ് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പറഞ്ഞത്, എന്റെ വീടിന്റെ അടുക്കളയിലൂടെ 4 സെന്റ് കോളനിയിൽ പുറമ്പോക്കിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ വീടിന്റെ അടുക്കളയിലൂടെ വാതക പൈപ്പ് ലൈൻ കടന്നു പോകുന്നു. ഞാൻ പലപ്പോഴും എന്റെ 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന എന്റെ കുട്ടികള് വാതക പൈപ്പ് ലൈൻ പൊട്ടി ഗ്യാസ് ലീക്കായി പൊട്ടി മരിച്ചു പോകുന്നത് സ്വപ്നം കണ്ടിട്ട് ഞെട്ടി ഉണരാറുണ്ട്. ഈ പാർട്ടിയാണ് ഇനി ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് കേരളത്തിലെ പെൺകുട്ടികൾ പറയുന്ന പ്രതീക്ഷയുടെ സമരമാണ് SDP-ഐ കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ദേശീയപാത വികസിപ്പിക്കണമെന്ന് പറയുമ്പോ അത് 45 മീറ്ററിൽ തന്നെ വേണമെന്ന് നരേന്ദ്രമോദി തുട്ടൂരമിടുമ്പോ